Hi India Tips viewers. എൻ്റെ പേര് ലിൻഡ ജിത്തു. ഞാൻ മെമ്മറീസിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറായി വർക്ക് ചെയ്യുന്നു. ഏത് സിനിമ കാണുമ്പോഴും അതിൻ്റെ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഡ്രസ്സിനോടല്ല അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിനോടൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ജിത്തുവിൻ്റെ 3 പടത്തിലും ഡിറ്റക്റ്റീവിൽ, മമ്മി ആൻഡിയിൽ, മൈ ബോസിലും ഒക്കെ ലൊക്കേഷനിൽ പോവുകയും അവരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഇപ്പം ഇൻഡിപെൻഡൻ്റായിട്ട് തുടങ്ങിയത്. 75% നീതി പുലർത്താനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ജിത്തു പറഞ്ഞിരുന്നൊരു പാറ്റേൺ അനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആർട്ടിസ്റ്റും കംപ്ലയിൻസ് ഒന്നും അങ്ങനെ പറഞ്ഞില്ല. രാജു ആണെങ്കിലും വളരെ കോപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. ഇല്ല, അങ്ങനെ കോസ്റ്റ്യൂംസിൽ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്താൻ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്ന സിനിമയല്ലായിരുന്നു. കെയർലെസ് നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇതേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഭർത്താവിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ? എനിക്ക് മൈ ബോസാണ്. കാരണം ഞാൻ കുറച്ച് ഹ്യൂമർ സിനിമയുടെ ആളായതുകൊണ്ട്. അല്ലല്ല, മമ്മി ആൻഡി ഇഷ്ടമല്ല എന്നല്ല, മമ്മി ആൻഡി ഇഷ്ടമാണ്. അതെനിക്ക് ആ സിനിമ ചെയ്യുമ്പോൾ തന്നെ ആ ഫീലിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടികളത് ചെറുതാണെങ്കിൽ പോലും ഇപ്പം 10 വയസ്സിലെ പിള്ളേരത് തുടങ്ങും. ഏതെങ്കിലും ഒരു ഫീൽഡിൽ എപ്പോഴും ഒരു സ്ത്രീ ഇനിയുള്ള കാലത്ത് ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഏത് ഫീൽഡിലായാലും അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ്. എനിക്കെല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട്, ഈ സെറ്റിലൊക്കെ ഞാൻ വർക്ക് ചെയ്ത 3 സെറ്റിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആർക്കും പേടിക്കാതെ ധൈര്യപൂർവ്വം കടന്നു വരാവുന്ന മേഖല തന്നെയാണ്. ഫിലിമിൻ്റെ സക്സസ്സിൽ കോസ്റ്റ്യൂംസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ നമ്മുടെ പിക്ചറൈസേഷൻ അല്ലെങ്കിൽ ഒരു കാഴ്ചയിലുള്ളൊരു ഇതിൽ കോസ്റ്റ്യൂംസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അല്ലാതെ സക്സസ് ഇപ്പം കോസ്റ്റ്യൂംസ് ഭയങ്കര ഗംഭീരമായ കോസ്റ്റ്യൂംസ് ചെയ്ത് സിനിമകൾ ഓടണം ഒരു ഇത്